എല്ലാ വീട്ടമ്മമാർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് വരുന്നത്. വേറൊന്നുമല്ല, വൈകുന്നേരം നമ്മളിപ്പം വെള്ളയപ്പത്തിന് അരി വെള്ളത്തിൽ കുതിർക്കാൻ വിട്ടുപോയെന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും മക്കൾ പറയുക, അമ്മ നാളെ വെള്ളയപ്പം വേണമെന്ന്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, അയ്യോ മോളെ വെള്ളത്തിൽ അരി കുതിർത്തിട്ട് അരച്ച് വെക്കണ്ടേ, നമുക്ക് മറ്റന്നാൾ ആക്കിത്തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്ന് അങ്ങനെ അങ്ങ് എക്സ്ക്യൂസ് എടുക്കും അല്ലേ. പക്ഷേ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പം 10:45 അങ്ങനെയാണ് ഞാൻ അരി വെള്ളത്തിൽ കുതിർക്കുന്നത്, നാളെ വെള്ളപ്പം ചുടാമെന്ന് തന്നെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആദ്യം നന്നായിട്ട് അരി കഴുകണം. അപ്പോൾ ഞാനിപ്പം 2 ഗ്ലാസ്, നിങ്ങൾ കപ്പളവാണെങ്കിൽ 2 കപ്പ് അല്ലെങ്കിൽ 2 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകുക. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 5 വെള്ളത്തിലെങ്ങാനും കഴുകിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇത് പിന്നീട് കഴുകില്ല, അതിനനുസരിച്ചിട്ട് ക്ലിയർ ആയിട്ടുള്ള വെള്ളം വരുന്നത് വരെ ഇങ്ങനെ നന്നായിട്ട് ഞരണ്ടി കഴുകിയെടുക്കുക. ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിനുശേഷം അരയ്ക്കാനുള്ള വെള്ളത്തിൽ തന്നെ ഈ അരി ഒന്നിങ്ങ് കുതിർത്ത് വയ്ക്കുക. അപ്പം അരി അരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇപ്പോഴത്തെ അരിയിലൊന്നും നമുക്ക് കല്ലൊന്നും കിട്ടില്ല. എന്നാലും പണ്ട് അമ്മ പഠിപ്പിച്ച ശീലത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞാനൊന്ന് അരി അരിച്ചെടുക്കുക. കല്ലൊന്നും ഉണ്ടാവില്ല, എന്നാലും അന്നങ്ങ് അരിച്ചെടുക്കട്ടെ. ഇത് നല്ല ഇനം പച്ചരി തന്നെയാണ്, അത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. സാധാരണ നമ്മൾ വെള്ളയപ്പത്തിനും പാലപ്പത്തിനും ഒക്കെ പച്ചരിയല്ലേ എടുക്കുക, അതുപോലെ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പം പണ്ട് അരിക്കുന്ന രീതിയിൽ അരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കല്ല് വരും. പക്ഷേ ഇത് കല്ലൊന്നും ഉണ്ടാവില്ല. അതെല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ അങ്ങ് ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് നല്ല വെള്ളത്തിൽ കുതിർക്കണം. അപ്പോൾ 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ചെറിയ തേങ്ങയാണ് വേണ്ടത്. നല്ല തേങ്ങ, അതായത് അധികം ഇങ്ങനെ വിളയാത്ത തേങ്ങയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ ഇത് അങ്ങനെയല്ല കിട്ടിയത്. പിന്നെ അതിന് ശേഷം 1/2 ഗ്ലാസ് ചോറാണ് വേണ്ടത്. അപ്പം നമ്മൾ എടുക്കുന്ന അരിയുടെ പകുതി തേങ്ങയും അതിൻ്റെ പകുതി ചോറും. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാനതിൽ ചേർത്തിട്ടുണ്ട്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. അതിനുശേഷം 1/2 ടീസ്പൂൺ നല്ല ഈസ്റ്റ് തരിയായിട്ട് കിട്ടുന്ന ഈസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്നങ്ങ് അടച്ച് വയ്ക്കുക. ഇനിയിപ്പോൾ എന്താ, കിടന്നുറങ്ങുക. ഞാനിപ്പം എൻ്റെ കൗണ്ടർ ടോപ്പ് നല്ല തണുപ്പായിരിക്കും, ഈ ഒരു വൈറ്റ് കൗണ്ടർ ടോപ്പ്. അതുകൊണ്ട് താഴെ ഒന്ന് റിങ് വെച്ചതിന് ശേഷമാണ് അതിൻ്റെ മേലെ വെക്കുന്നത്. എന്നിട്ട് ഞാൻ അങ്ങ് ഉറങ്ങി. ഇനി നാളെ രാവിലെ കാണാം. രാവിലെ ഇപ്പോൾ 5:50 ആകുമ്പോഴത്തേക്കാണ് ഞാനിപ്പോൾ അടുക്കളയിലെത്തിയത്. ഇത് അരയ്ക്കുന്ന ടൈം ഏതാണ്ടൊരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. 6 മണിക്കാണ് അരയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു സമയവും കൂടെ നിങ്ങൾ പറഞ്ഞു തരാണ്. രാവിലെ 5:50 തുറന്ന് നോക്കിയിട്ട് ഈ ഒരു നമ്മുടെ അരിയൊക്കെ എന്താ അവസ്ഥ എന്ന് കാണണ്ടേ. നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്, അതായത് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് പത കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ അരച്ചിട്ടില്ലല്ലോ. ഇനിയിപ്പം അരച്ചെടുക്കണം. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മൾ ആ ഒരു കുതിർത്ത വെള്ളമില്ലേ, അത് മാത്രം മതിയാകും. അപ്പോൾ അങ്ങനെ തന്നെ അങ്ങ് അരച്ചെടുക്കുക. ഈ രീതി ചുടുമ്പോഴുള്ള വെള്ളാപ്പത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ, ഒന്ന് നമ്മൾ മറന്നുപോയാൽ ചെയ്യുന്നൊരു രീതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, പുളി ഭയങ്കര കുറവാണ്. സാധാരണ ചില വെള്ളാപ്പത്തിന് നല്ല പുളിപ്പ് ഉണ്ടാവില്ലേ, അത്രയൊന്നും പുളി ഉണ്ടാവില്ല. എന്നാൽ ടെക്സ്ചർ ആണെങ്കിൽ സൂപ്പറായിരിക്കും, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് ചുടുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഇരുമ്പ് ചീൻചട്ടി ചുടുന്നതാണെങ്കിലും 2 രീതിയിലാണല്ലോ കിട്ടുക. ആ 2 രീതിയിൽ ഞാനൊന്ന് ചുട്ട് കാണിച്ചു തരാം. ആദ്യം ഒന്നങ്ങ് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇത്തിരി സമയത്ത് റെസ്റ്റ് കൊടുക്കണം. ഒന്നുകിൽ ഇതുപോലെ റിങ് അടിയിൽ വെച്ചിട്ട് മേലെ നന്നായിട്ട് മൂടുക. അതിന് ശേഷം ഒരു വായുവാട്ടമുള്ള നല്ലൊരു പാത്രം എടുത്തിട്ട് ഇതുപോലെ അങ്ങ് അടച്ചു വയ്ക്കുക, ചെറിയൊരു ചൂട് തട്ടാൻ വേണ്ടി. ഇനിയിപ്പം റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിലിറക്കി വെച്ചാലും മതി, നമുക്ക് ചെറിയൊരു ചൂട് കിട്ടുമല്ലോ. പക്ഷേ ഞാനിത് രണ്ടും അല്ല ചെയ്യുന്നത് കേട്ടോ. ഇന്നലെ രാത്രി തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളമുണ്ട്, നിറച്ച് വെള്ളമുണ്ട്. അപ്പം നല്ല ചൂടൊക്കെ അങ്ങ് പോയിട്ടുണ്ട്, എന്നാൽ ഏതാണ്ട് ചെറിയൊരു ചൂടുമുണ്ട്. അവിടെ ഒന്നങ്ങ് വെക്കട്ടെ. ഇതിപ്പം 6 മണിക്ക് ഞാൻ അരച്ച് വെച്ചിട്ട് ഇനിയിപ്പം ചുടുന്ന ടൈം ഒന്ന് പറയട്ടെ. മിനിമം 1.5 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. ഞാനിപ്പം 7:30ക്ക് ചുടണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഏതാണ്ട് ഒരു 7:45 ആയിട്ടുണ്ട് ചുടാൻ വേണ്ടിയിട്ട്. അപ്പം മാക്സിമം എത്രയാണെങ്കിലും കുഴപ്പമില്ല, മിനിമം 1.5 മണിക്കൂർ നമ്മളിതിങ്ങനെ റെസ്റ്റ് എടുക്കാൻ വെക്കണം. ഇനിയിപ്പോൾ എനിക്ക് ഇത്രയും കൂടെ സമയം അവിടെ ഉണ്ടല്ലോ. ഇന്നിപ്പോൾ ചോറും കറിയൊന്നും ഞാൻ ആക്കുന്നില്ല. അതിനിടയിൽ ഒരു കറി, അതായത് വെള്ളാപ്പത്തിൻ്റെ കറി മാത്രം ഒന്നങ്ങ് വേഗം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പം വെള്ളാപ്പത്തിൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് നമ്മുടെ ചിരകിയ തേങ്ങയിലേക്ക് ഒരു 3 നമ്മുടെ കാഷ്യൂ നട്ടില്ലേ, അതുണ്ടെങ്കിൽ അതിടാം. പക്ഷേ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബദാം ഇട്ടിട്ടുണ്ട്. ഒരു നുള്ളു പെരിഞ്ചീരകം അതും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് അരച്ച് വയ്ക്കുക. നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇത് കേട്ടോ. ഈ വെള്ളാപ്പത്തിന് സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പം ഇതിങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയും വെച്ചിട്ടുണ്ട്. 4 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ട ഞാൻ
ഇങ്ങനെ നെടുകെ കീറിയിട്ട് രണ്ടായിട്ട് മാറ്റുന്നുണ്ട്. അത് എന്താണെന്ന് വേറൊരു ടിപ്പാണ് കേട്ടോ. അതിൽ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഒരു മഞ്ഞക്കരുവില്ലേ ഇത്തിരി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളാപ്പം ചുടുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവുന്നൊരു ടിപ്പാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ വരഞ്ഞും വെച്ചിട്ടുണ്ട്, കാരണം ആ കറിയുടെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടക്കറി ഉണ്ടാക്കാം. ഇപ്പോൾ ഈ ഒരു മുട്ടക്കറിക്ക് നമ്മൾ സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണയില്ലേ, ആ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്തതുപോലെ തന്നെ, അതായത് ഇത് തക്കാളിയും നമ്മുടെ കറിവേപ്പിലയും മല്ലിച്ചപ്പ് ഒഴികെ ബാക്കിയെല്ലാം ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. മല്ലിച്ചപ്പ് എന്ന് വെച്ചാൽ മല്ലിയിലയാണ്. എല്ലാം ഒന്നങ്ങ് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ നന്നായിട്ട് മൂക്കി ഒന്നങ്ങ് വഴറ്റണം. ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു കറി നമ്മൾ കുറുമ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് കിട്ടുക, പക്ഷെ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു വെള്ളാപ്പത്തിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. പിന്നെ നമ്മൾ നേരത്തെ തേങ്ങ അരയ്ക്കുമ്പം 3 ബദാം കൂടെ ഇട്ടിട്ട് അരച്ചിട്ടില്ലേ, അല്ലെങ്കിൽ കാഷ്യൂനട്ട് ഇടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ ഇത് ഒഴിവാക്കണ്ട, അതായത് ഈ ഒരു റെസിപ്പി ചെയ്യാതിരിക്കണ്ട. അതില്ലാതെയും നമുക്ക് തേങ്ങ മാത്രം ചേർത്തിട്ടും ഇതേപോലെ തന്നെ ടേസ്റ്റ് കിട്ടും. ചെറിയൊരു ഒരു റിച്ച് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നട്ട്സ് ഇട്ടത് കേട്ടോ. അപ്പം നമ്മൾ ഇതിലിടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1/2 കപ്പ് തേങ്ങക്ക് പകരം 3/4 കപ്പ് തേങ്ങ എടുക്കുക കേട്ടോ. പിന്നെ ഇതെന്താ, നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇടുന്ന പൊടികൾ എന്തെല്ലാമെന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതൊക്കെയാണ് ഇടുന്നത്. ഇതെല്ലാം 1/2 ടീസ്പൂൺ വെച്ചാണ് ഇടുന്നത്. ഒന്നും അധികം ആവരുത്, അതായത് ആ ഒരു സ്പൈസസിൻ്റെ കുത്തലൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ എല്ലാ പൊടികളും ഒന്നങ്ങ് 1/2 ടീസ്പൂൺ വീതം ഇട്ടിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളിയും ചേർക്കുക, കറിവേപ്പിലയും ചേർക്കുക, മല്ലിയില മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ. എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് മൂടി വേവിക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. പിന്നെ പുളിയൊക്കെ അധികം വേണ്ട, അതായത് തക്കാളി ഒരു ചെറുതെടുത്താൽ മതി. വലിയ തക്കാളിയാണെങ്കിൽ പകുതി മാത്രമേ വേണ്ടൂ. നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പില്ലേ, അത് ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വരുന്നത് ശരിക്കും ആ ബദാമിൻ്റെ തൊലിയാണ് കേട്ടോ. അതാണ് ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് തിളക്കണം, അതായത് ഒരു പച്ച ചുവന്നങ്ങ് മാറണം. അപ്പം നമ്മുടെ ഇതിൻ്റെ ഒരു ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ തിളച്ച് വെള്ളം ഒഴിക്കാം. അതല്ല ചാറ് കുറുകിയ പരുവാണെങ്കിൽ അങ്ങനെ ആക്കി എടുക്കുക. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയില്ലേ, ആ മുട്ട ഇതിലേക്ക് ഇടുക. അപ്പം വരഞ്ഞ് വെച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ മസാലയൊക്കെ മുട്ടയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്ന് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് നേരത്തെ പറഞ്ഞല്ലോ, ആ വെള്ളാപ്പത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആ ഒരു ഗ്രേവിയൊക്കെ മുട്ടയുടെ മുകളിലേക്കൊക്കെ ആക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി വന്നു കഴിഞ്ഞാൽ മല്ലിയിലയും കൂടെ തൂകിയിട്ട് ഇതൊന്നങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളാപ്പം ചുട്ടെടുക്കാം. വെള്ളാപ്പം ചുടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതില്ലേ 2 രീതിയിൽ, അതായത് 2 പാത്രത്തിലും ചുടുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഈ ഒരു പാനില്ലേ, ഇത് കാസ്റ്റ് ചെയ്യേണ്ടതാണ്, നമ്മുടെ മേയറിൻ്റെത്. ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഞാനൊന്ന് ലിങ്ക് ടാഗ് ചെയ്ത് തരാം. പിന്നെ ഇത് കാസ്റ്റ് ചെയ്യാൻ സൂക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കഴുകിയിട്ട് ഒന്നുകിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം. എനിക്കിങ്ങനെ വെയിലത്ത് വെക്കാനൊന്നും സമയമില്ലാത്ത ആകുമ്പോൾ ഞാൻ കഴുകിയിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കും. എന്നിട്ട് ആ വെള്ളം അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ നല്ലെണ്ണയില്ലേ, നല്ലെണ്ണ ഒന്നങ്ങ് പുരട്ടി വെക്കും. അപ്പോൾ നല്ല തുരുമ്പൊന്നും ഇല്ലാതെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അത് ഞാനൊരു സൂക്ഷിക്കാൻ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് പറഞ്ഞാണേ. പിന്നെ നമ്മുടെ മാവ് ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്, അതായത് നമ്മളിങ്ങനെ പതഞ്ഞ് പൊങ്ങുന്ന പരുവാവില്ല, എന്നാൽ ഇതിൽ പതയുണ്ട്. ഇതിപ്പം ഈ വീഡിയോയിലായതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ ഇതിൻ്റെ റിസൾട്ടാണ് നമ്മളെ ഞെട്ടിക്കുക. അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളാപ്പാണ്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, ഉപ്പ് ചുടുന്ന സമയത്താണ് ചേർക്കുന്നത്. ഇതിലിപ്പം ബേക്കിംഗ് സോഡയൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഇന്നലെ ഈസ്റ്റ് ചേർത്തിട്ടുണ്ടല്ലോ രാത്രി, അതേ വേണ്ടൂ. ഇനിയിപ്പോൾ നമുക്ക് ചുട്ടെടുക്കാം. എനിക്ക് നോൺ സ്റ്റിക്കിൻ്റെ വെള്ളാപ്പ ചട്ടി ഇല്ല സത്യം പറഞ്ഞാൽ. ചുടുന്ന ടൈം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിപ്പോൾ 7:40 ഇതിപ്പോൾ രണ്ടും ചട്ടിയും ചൂടായി വരുമ്പോഴത്തേക്ക് 7:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ നോൺ സ്റ്റിക്ക് പാന് വെള്ളാപ്പ ചട്ടി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫ്രൈയിങ് പാനിലാണ്, കുഞ്ഞൊരു ഫ്രൈയിങ് പാൻ ഉണ്ട്, അതിലാണ് നോൺ സ്റ്റിക്കിൽ ചുട്ടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ വെള്ളാപ്പം ചുടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. അതാണ് വെള്ളാപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനൊരു പ്രധാന ഘടകം. പാന് ചൂടായതിന് ശേഷം ലോ ടു മീഡിയത്തിലേക്ക് മാറ്റുക. ചെറിയ ബേർണറാണെങ്കിൽ മീഡിയം, എന്നാൽ വലിയ ബേർണറാണെങ്കിൽ
ഏറ്റവും ലോയിലേക്ക് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളാപ്പം ചുടാവൂ. ഇതാണ് ഞാൻ പറഞ്ഞ ടിപ്പ്. അതായത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെള്ളാപ്പം ചുടുമ്പോൾ ചിലപ്പോൾ അത് വിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്ക് ഇതുപോലെ മഞ്ഞക്കരു എടുത്തിട്ട് ഒന്നങ്ങ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം എണ്ണ തേച്ചിട്ട് വെള്ളാപ്പം ചുട്ട് നോക്ക്. ഇതാ നമുക്ക് കൈ കൊണ്ട് തന്നെ എടുക്കുന്ന പരുവത്തിലാവും കേട്ടോ. ഇതിപ്പം ഇങ്ങനെ പുഴുങ്ങിയ മുട്ട ഉള്ളത് കൊണ്ടാണ് ഞാൻ മഞ്ഞക്കരു എടുത്തത്. ഇനിയിപ്പോൾ അതിനിടയിൽ ഇത് കണ്ടോ, നമ്മുടെ നോൺ സ്റ്റിക്ക് ചുടുന്നത് നല്ല എന്താ പറയുക, പൂവിൻ്റെ ഇതള് പോലെ എന്നൊക്കെ പറയില്ലേ, അത്രയും സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു എന്താണ് നമ്മുടെ മുട്ട ചേർക്കുന്ന രീതിയില്ലേ, ഇതിപ്പം പുഴുങ്ങിയ മുട്ടയായതുകൊണ്ടാണ് ഞാനൊരു മഞ്ഞക്കരു അങ്ങനെ തേച്ചത്. ഇനിയിപ്പം അതല്ല, പച്ചമുട്ടയാണ് കയ്യിലുള്ളതെങ്കിൽ ഒന്നങ്ങ് മുട്ട ഒഴിച്ചിട്ട് ചിക്കി എടുത്താലും മതി നമ്മുടെ ആ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ. എന്നിട്ട് വെള്ളാപ്പം ചുട്ട് നോക്ക്, നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റും. ഇതിപ്പം മുട്ട ചേർക്കുമ്പോൾ ഉള്ള വെള്ളാപ്പം ആദ്യം ഞാൻ ചുട്ടിട്ടുള്ള ആദ്യത്തെ വെള്ളാപ്പം ഇല്ലേ, ഇതുപോലെ ആയിരിക്കും. അതായത് അറ്റത്തൊക്കെ അധികം അങ്ങ് കുത്തു വരാത്തതുപോലെ, കാരണം പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആകുമ്പോഴത്തേക്ക് നല്ല സൂപ്പറായിരിക്കും. അറ്റത്തൊക്കെ നല്ല വലക്കെട്ട് പോലെ വരും. പിന്നെ ചൂട് കൂടുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. ഇതിപ്പോൾ എൻ്റെ ആ ബർണർ കുറച്ച് വലുതാണ്. എത്ര ലോയിലാക്കിയാലും എന്താണ് ഇതിന് വെള്ളാപ്പത്തിന് അതിനേക്കാളും ലോയിലാവണം. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താണ് ക്രിസ്പായിട്ട് വന്നത്. ഇനിയിപ്പോൾ ഞാനിത് ബർണർ ഇങ്ങോട്ടേക്ക്, അതായത് ചീനച്ചട്ടി ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ചുട്ട് കാണിച്ചു തരാം. അതായത് 2 വെള്ളാപ്പം കഴിഞ്ഞ് മൂന്നാമത്തത് മുതൽ നല്ല സൂപ്പറായിരിക്കും. മുട്ട ചേർത്തിട്ട് നമ്മൾ എന്താണ് ആ ഒരു ചട്ടി തടവുകയാണെങ്കിൽ ഇപ്പോൾ വിട്ട് വരുന്നത് കണ്ടോ നിങ്ങൾ. അതായത് ഇതുമായിട്ട് മല്ല് കളിക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ കൈ കൊണ്ടെടുക്കാം, ചൂടാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഒന്നങ്ങ് എടുത്താൽ മതി. കണ്ടോ, ഈ ഒരു കുഞ്ഞ് ബർണറിലേക്ക് മാറ്റുമ്പോൾ കിട്ടുന്ന ടെക്സ്ചർ കണ്ടോ. അതായത് നടുവ് എന്തായാലും പൊങ്ങി നല്ല പഞ്ഞി പോലെയായിരിക്കും, അറ്റം നല്ല എന്താ വലക്കെട്ട് പോലെ പൊങ്ങി, എന്താ പറയുക, അത് അറിയാമല്ലോ, പ്രത്യേകിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വെള്ളാപ്പം കിട്ടുക. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എന്താ ഇതുപോലെ ഇങ്ങനെ വിടർന്ന് നിൽക്കില്ല, പോലെ ഇങ്ങനെ സോഫ്റ്റായിട്ട് വരും. ഇതിൻ്റെ നടുഭാഗമൊക്കെ ഇങ്ങനെ ഈ വീഡിയോയിലാവുമ്പോൾ എനിക്ക് അത്ര കാണിച്ചു തരാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നല്ല ആരൊക്കെ എടുത്തിട്ടുള്ള വെള്ളാപ്പാണ്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് രാവിലെ അരച്ച് ചുട്ടതല്ലേ, പക്ഷേ ഫെർമെൻ്റ് ആയിട്ടുണ്ടല്ലോ. തലേ ദിവസം നമ്മൾ കുതിർത്ത് വെച്ച രീതിയൊക്കെ അതേപോലെ ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്ക്, ഒരു തവണയെങ്കിലും ചെയ്ത് നോക്ക് കേട്ടോ. സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇത് തന്നെ കമൻ്റ് ഇടണേ. പിന്നെ എന്താ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോലെ. അഭിപ്രായം നേരത്തെ പറഞ്ഞതുപോലെ എന്താണെങ്കിലും പറയണേ. പിന്നെ വേറെ എന്തെങ്കിലും, അതായത് ഇപ്പം ഏതൊക്കെ വീഡിയോ ആണ്, അതായത് ക്ലീനിങ് മാത്രം എന്നും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മടുക്കില്ലേ, അതുകൊണ്ടാണ് ഈ ഒരു ടിപ്പ് മനസ്സിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ പിന്നെ ഈ ഒരു കുഞ്ഞിവിടെ നിർത്തട്ടെ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.